കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കേരള സ്റ്റൈലിലൊരു സോസേജ് മസാലയാണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. കറിയൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമുക്കിത് ചപ്പാത്തിക്കും ദോശക്കും അങ്ങനെ എല്ലാ റൊട്ടിയുടെ കൂടെയും കറിയില്ലെങ്കിൽ പോലും ഈ ഒരു സോസേജ് മസാല മാത്രം മതിയാവും അത് കഴിക്കാനായിട്ട്. അത്രയും ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല സിമ്പിളുമാണ്. പിന്നെ നമുക്കിത് ചോറിൻ്റെ കൂടെ മീൻ പൊരിച്ചതൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ചോറിൻ്റെ കൂടെയും ഇതുപോലെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നല്ല രുചിയായിട്ട് ചോറ് കഴിക്കാം. അപ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സോസേജ് മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 7 സോസേജാണ് എടുത്തിട്ടുള്ളത്. ഫ്രീസറിൽ നിന്നെടുത്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നമ്മുടെ മസാലയൊക്കെ ഇതിൽ നല്ലോണം പിടിച്ച് കിട്ടും. അതുകൊണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ എടുക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കുന്നുണ്ട്. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ചൂടായ എണ്ണയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ വരെ ചെറിയ ജീരകം ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സ് ഉണക്കമുളക് ക്രഷ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ സവാള അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് വരെ ചെറിയ ഉള്ളി, അതായത് ചുവന്നുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. സവാളയുടെ കൂടെ ചുവന്നുള്ളിയും കൂടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ സവാള മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് മാറുന്നത് വരെ നന്നായിട്ടങ്ങ് വഴറ്റാം. അപ്പോൾ ഇത് സവാളയൊക്കെ നല്ല സോഫ്റ്റായി അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂണിലും കുറവായിട്ട് ഒരു 2 നുള്ളി വരെ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. പൊടികൾ ചേർത്തിട്ട് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വഴറ്റിയാൽ മതി. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ഇതിലേക്ക് ചേർക്കുക. സോസേജ് ചേർത്തതിന് ശേഷം ഒരു 4-5 മിനിറ്റ് വരെ മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ട് മാറുന്നത്. സോസേജ് നമ്മൾ വേറെ വേവിച്ചിട്ടൊന്നുമില്ല, ഇതിൽ ചേർത്തിട്ട് ഒരു 4-5 മിനിറ്റ് കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായിട്ടങ്ങ് ഇളക്കി എടുക്കുമ്പോഴേക്കും സോസേജ് നല്ല ടേസ്റ്റി ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹോട്ട് സോസും, അതായത് ചില്ലി സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർക്കുന്നുണ്ട്. ചില്ലി സോസ് അഥവാ ഹോട്ട് സോസ് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അത് ചേർക്കണം എന്നില്ല. ടൊമാറ്റോ കെച്ചപ്പ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. അതിനുശേഷം നന്നായിട്ടങ്ങ് യോജിപ്പിച്ചെടുക്കുക. സോസ് ചേർത്തിട്ടും ഞാനൊരു 2 മിനിറ്റ് വരെ ഇതിങ്ങനെ നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സോസേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. സോസും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് ഇതുപോലെ ഇളക്കിയെടുത്തപ്പോഴേക്കും ഇത് റെഡി ആയിട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ മല്ലിയിലൊക്കെ ചേർക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ. ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല. നമ്മൾ കേരള സ്റ്റൈലിൽ തനി നാടൻ രീതിയിൽ ഉണ്ടാക്കിയ ഒരു സോസേജ് മസാലയാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോസേജ് മസാലയാണ് കേട്ടോ. കറിയില്ലാത്ത ദിവസങ്ങളിൽ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തി, ദോശ അതിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള എല്ലാവിധ കമൻസും എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്